إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന്റെ ഉന്നതമായ നാമങ്ങളുണ്ട്, അത് വെച്ച് നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക എന്നത്. അല്ലാഹുവിന്റെ നാമങ്ങളെല്ലാം അതിമഹത്വമുള്ളതാണ്, അതീവ സുന്ദരമായ അർത്ഥങ്ങൾ അതിലുണ്ട്. അല്ലാഹുവിന്റെ ഒരു നാമമാണ് അൽ ഹലീം എന്നത്. വിശുദ്ധ ഖുർആനിൽ 11 സ്ഥലങ്ങളിൽ ഈ ഒരു നാമം വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം. നിങ്ങൾ അറിയുക, പഠിക്കുക, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഹലീമുമാണ് എന്ന് അല്ലാഹു പറയുകയാണ്. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹലീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അന്നഹു യറാ ഇബാദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഹും യക്ഫുറൂന ബിഹി വയഅസൂനഹു. അല്ലാഹുവിന്റെ അടിമകൾ നിഷേധിക്കുന്നു, അവനെ ധിക്കരിക്കുന്നു, അനുസരണക്കേടിലൂടെ അവൻ ജീവിച്ചു തീർക്കുന്നു. എന്നാലും വഹുവ യഹ്ലുമു. അല്ലാഹു അവരോട് ക്ഷമിക്കുന്നു എന്നാണ്. ഫയുഅഖിറു വയൻദുറു വയുഅജ്ജിലു വലാ യഅജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് അവസരം നീട്ടിക്കൊടുക്കുന്നു,
വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നു. പെട്ടെന്ന് ഒരു തിന്മ ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ പേരിൽ ശിക്ഷിക്കാതെ തൗബ ചെയ്യാനുള്ള സമയം അവധി അവന് നീട്ടിക്കൊടുക്കുന്നു. വയസ്തുറു ആഖരീന വയഗ്ഫിർ, തൗബ ചെയ്താൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നു. ഇത്രയേറെ തിന്മകൾ ചെയ്തിട്ടും മറ്റുള്ളവരിൽ മുമ്പിൽ വഷളാക്കാതെ അവരിൽ നിന്ന് മറച്ചു വെക്കുന്നു. മാറാൻ അവസരം അള്ളാഹു നൽകുന്നു. കാരണം ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, തീർച്ചയായും അള്ളാഹു ഹലീമാണ്, ഗഫൂറാണ് എന്നതാണ്. എത്ര തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചാലും, അവൻ ഇല്ലെന്ന് പറഞ്ഞാലും, അവനെ തെറി വിളിച്ചാലും, എത്ര തന്നെ അവനെ പരിഹസിച്ചാലും അതൊക്കെ അവൻ കാണുന്നുവെങ്കിലും നിഅമത്തൊന്നും മുടക്കം വരാതെ മാറാനുള്ള അവസരം അവധി അള്ളാഹു നീട്ടിക്കൊടുക്കുന്നു എന്നതാണ് ഹിൽം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു അവന്റെ അടിമകളുടെ വിഷയത്തിൽ ക്ഷമിക്കുന്നതും അവർക്ക് നീട്ടിയ അവധി നൽകുന്നതും അള്ളാഹുവിന്റെ മഹത്തായ സിഫത്തിൽ, അവന്റെ വിശേഷണത്തിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മെക്കുറിച്ച് ഒരാൾ മോശപ്പെട്ട ഒരു അശ്ലീലമായ കാര്യം പറഞ്ഞാൽ, ഒരു അപവാദം ആരെങ്കിലും നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ, നമുക്കവനെ മർദ്ദിക്കാൻ കഴിയുമെങ്കിൽ പ്രത്യേകിച്ചും നമുക്കവനേക്കാൾ സ്വാധീനവും ശക്തിയും എല്ലാം അവനേക്കാൾ ഉണ്ടെങ്കിൽ അവനെതിരെ ശിക്ഷാ നടപടി എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും കാത്തിരിക്കുകയില്ലല്ലോ. മനുഷ്യന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ അള്ളാഹുവിന് തീർച്ചയായും അവനെ ശിക്ഷിക്കാൻ അവസരമുണ്ട്, അതിന് ശക്തിയുണ്ട്, കഴിവുണ്ട്. വല്ലാഹു ഖാദിറുൻ അലാ കുല്ലി ഷൈ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നാലും അള്ളാഹു അവന് അവസരം കൊടുക്കുന്നു. അതിന്റെ പേരിൽ ഉടനടി അള്ളാഹു അവനെ ശിക്ഷിക്കുന്നില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അഹദുൻ ഔ ലൈസ ഷൈഉൻ അസ്ബറ അലാ അദൻ യസ്മഉഹു മിനല്ലാഹ്, അള്ളാഹുവേക്കാൾ ക്ഷമിക്കുന്ന ഒരാളും തന്നെ ഇല്ലെന്നാണ്. അള്ളാഹുവിന്റെ അത്ര ക്ഷമയുള്ള ഒന്നും തന്നെയില്ല. അള്ളാഹുവെ കുറിച്ച് മോശമായ എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടിമകൾ അള്ള കൊടുത്ത നാവ് കൊണ്ട്, അള്ള കൊടുത്ത വായു കൊണ്ട്, അള്ള കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട്, അള്ള കൊടുത്ത വെള്ളം കുടിച്ചുകൊണ്ടാണ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നഹും, അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ലയദ്ഊന ലഹു വലദ, അള്ളാഹുവിന് സന്താനം ഉണ്ട് എന്നതാണ്. അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള, അള്ളാഹുവിന് ഏറ്റവും വെറുത്ത ഒരു വാദമാണത്. അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്ന വാദം. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമകൾ അത് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ശരി, വഇന്നഹു ലയുആഫീഹിം വയർസുഖുഹും, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നു. ഇതൊക്കെ എന്നെ കുറിച്ച് അവർ പറഞ്ഞോട്ടെ, എന്നാലും ശരി അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു, ആരോഗ്യം കൊടുക്കുന്നു. അതോടൊപ്പം അള്ളാഹു അവർക്ക് റിസ്ക് കൊടുക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹുവിന്റെ ഹിൽം. അള്ളാഹു ഹലീമാണ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൻ നഹ്ലിൽ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം, ജനങ്ങൾ അവർ ചെയ്ത അക്രമം കൊണ്ട് അല്ലാഹു ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ മാ തറക അലൈഹ മിൻ ദാബ്ബ, ഈ ഭൂമി ലോകത്ത് പിന്നെ ഒരു ഇരുകാലിയും ജീവിച്ചിരിക്കുമായിരുന്നില്ല. എല്ലാവരെയും അള്ളാഹു നശിപ്പിക്കുമായിരുന്നു. ഒരാളെയും അള്ളാഹു ഉപേക്ഷ വരുത്തുമായിരുന്നില്ല, വിട്ടുകളയുമായിരുന്നില്ല. മറിച്ച് അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു അവധിയുണ്ട്, അതിലേക്ക് അള്ളാഹു സമയം നീട്ടിക്കൊടുക്കുകയാണ്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവസരമില്ല, അതുവരെ തൗബ ചെയ്യാൻ അവർക്ക് അവസരമുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. തിന്മകൾ ചെയ്യുമ്പോൾ വീണ്ടും അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നു എന്നത്, എത്ര തന്നെ തിന്മകൾ ചെയ്താലും വീണ്ടും വീണ്ടും അവധി എനിക്ക് ലഭിക്കുന്നു എന്നത്, ആരോഗ്യത്തിനും സമ്പത്തിനും മറ്റനുഗ്രഹങ്ങൾക്കും യാതൊരു കോട്ടവും കുറവും വരുന്നില്ല എന്നതും പലപ്പോഴും ആളുകൾ വഞ്ചിതരായി പോകാനുള്ള കാരണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പലരും വിചാരിക്കുന്നത്, ഇത്രയേറെ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടും എന്താ എന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ്.
എന്താ എനിക്കൊരു പ്രയാസവും ഇല്ലല്ലോ എന്നാണ്. ഞാൻ അള്ളാഹുവിനെ നിസ്കരിക്കാറില്ല, ഇബാദത്ത് ചെയ്യാറില്ല, ദിക്ർ എടുക്കാറില്ല, പക്ഷെ എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് ആരോഗ്യത്തിന് പ്രത്യേകിച്ച് പറയാൻ പ്രശ്നമില്ല, എനിക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല, അനുഗ്രഹങ്ങൾക്കൊന്നും ഒരു കുറവും എനിക്ക് വന്നിട്ടില്ല, ആളുകൾക്കിടയിലുള്ള എന്റെ സ്ഥാനമാനത്തിന് ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നാണ് പലരും ചിന്തിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ ഹിൽമിന്റെ ഭാഗമാണ്. അള്ളാഹു നിനക്കൊരു അവസരം നൽകുകയാണ്, നന്നാകാനാണ് അള്ളാഹു അവസരം നൽകുന്നത്. നോക്കൂ, ഇതൊക്കെ അള്ളാഹു വീണ്ടും വീണ്ടും ചെയ്തു തന്നാൽ അള്ളാഹുവോട് അക്രമം പ്രവർത്തിച്ച് അവനോട് അനുസരണക്കേട് പ്രവർത്തിക്കുകയാണോ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അള്ളാഹ് പറഞ്ഞതുപോലെ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഒരാൾ ഒരു നന്മ ചെയ്തു തന്നാൽ തിരിച്ച് നന്മ ചെയ്യലല്ലേ വേണ്ടത്? നന്മക്ക് നന്മയല്ലാതെ വേറെ ഏത് പ്രതിഫലമാണ് ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ കാര്യം എത്ര കഷ്ടമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആകാശത്ത് നിന്നും അവന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് ഖൈറാത്തുകൾ, ഒരുപാട് ബറക്കത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ആകാശ ലോകത്ത് നിന്നും ഒരു മനുഷ്യന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആരോഗ്യമായിക്കൊണ്ട്, സമ്പത്തായിക്കൊണ്ട്, മക്കളായിക്കൊണ്ട്, കുടുംബമായിക്കൊണ്ട്, നല്ല ജോലിയായിക്കൊണ്ട്, ദുനിയാവിലെ എല്ലാ സുഖങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹം അതാ ആകാശത്ത് നിന്നും അവന് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവനിൽ നിന്നും ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകുന്ന അമലുകൾ എന്തൊക്കെയാണ്? ചിന്മയും ധിക്കാരവും പ്രവർത്തനങ്ങളും, മോശപ്പെട്ട പ്രവർത്തനങ്ങളും, അഹങ്കാരവും, കുഫറും ഫുസൂഖും ഇസ്യാനുമാണ് എങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവോടുള്ള നിഷേധമാണെങ്കിൽ, അഹങ്കാര സ്വഭാവമാണെങ്കിൽ, പെരുമ നടിക്കലാണെങ്കിൽ, തിന്മകളാണെങ്കിൽ, വൃത്തികേടുകളാണെങ്കിൽ, അശ്ലീലതകളാണെങ്കിൽ എന്താ പിന്നെ മനുഷ്യനെ കുറിച്ച് പറയുക എന്നാണ് മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നോക്കൂ, നിങ്ങൾ ആകാശത്ത് നിന്ന് അവനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തിരിച്ച് അള്ളാഹുവിന് കൊടുക്കുന്നതോ ധിക്കാരവും നിഷേധ സ്വഭാവവും മാത്രമാണെങ്കിൽ പിന്നെ അവന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നാണ്. അള്ളാഹുവിന്റെ ക്ഷമയെ സഹോദരങ്ങളെ പലരും അവന്റെ അശക്തിയായി കാണാറുണ്ട്. മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുമ്പോ എന്താ നിങ്ങളുടെ അള്ളാഹു ഇങ്ങനെ, എന്താ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ അശക്തിയല്ല, അള്ളാഹുവിന്റെ ഇൽമിന്റെ ഭാഗമാണ്. നോക്കൂ, നിങ്ങൾ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ അവർ പറയാറുണ്ടായിരുന്നു, വഇദ് ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അവ ഇത്നാ ബിഅദാബിൻ അലീം. وإذ قالوا اللهم إن كان هذا هو الحق من عندك. അല്ലാഹുവേ, നിന്റെ പക്കൽ നിന്നുള്ളത് സത്യമാണെങ്കിൽ നീ ആകാശത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ നീ കല്ല് വർഷിപ്പിക്കണമേ എന്ന്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേദന ഏറിയ എന്തെങ്കിലും ശിക്ഷ എന്താ ഞങ്ങളിൽ ഇറക്കാത്തത് എന്ന് അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് ചില ആളുകൾ അവന്റെ അശക്തിയായി കണ്ട് ചോദിക്കാറുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇന്നും അങ്ങനെയുള്ള ആളുകളില്ലേ? അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞാൽ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നതും അവരോട് സഹായം തേടുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കൻ പ്രവണതയാണ് എന്ന് നമ്മൾ സമർത്ഥിച്ചാലും എങ്കിൽ അള്ളാഹു എന്താ ഞങ്ങളിൽ ശിക്ഷ ഇറക്കാത്തത്? അള്ളാഹിന്റെ ശിക്ഷ ഇവിടെ വരട്ടെ എന്ന് വരെ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. തിന്മകളിൽ മുഴുകി അള്ളാഹുവിനെ മറന്ന് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അവര് പറയും ഞങ്ങൾക്ക് എന്ത് കുറവാ ഉള്ളത് എന്ന്. ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലല്ലോ, എന്താ നിങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ശിക്ഷിക്കാൻ സാധിക്കാത്തത് എന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അശക്തിയല്ല അത്, മറിച്ച് അതവന്റെ ഹിൽമിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദുർബലനായ മനുഷ്യന്റെ ധിക്കാരവും അവന്റെ അഹങ്കാരവും സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര വലുതാണെന്ന്. ലോക സൃഷ്ടാവായ ഈ അഖില ബ്രഹ്മാണ്ഡ കടാഹം മുഴുവൻ അടച്ചു ഭരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യൻ വെല്ലുവിളിക്കുകയാണ്. മനുഷ്യൻ എത്ര നിസ്സാരനാണ്, എന്നിട്ടും അല്ലാഹുവെ അവൻ ധിക്കരിക്കുന്നു, അവനെ നിഷേധിക്കുന്നു എന്നത്. അല്ലാഹു ഇത് സത്യമാണെങ്കിൽ
അള്ളാഹുവേ ഇത് സത്യമാണെങ്കിൽ എന്നെ സത്യത്തിലേക്ക് നീ നയിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പകരം മനുഷ്യൻ അഹങ്കാരത്തിന്റെ സംസാരം നിർവഹിക്കുന്നു. അള്ളാഹുവേ ഇസ്ലാം സത്യമാണെങ്കിൽ എന്നെ ഇസ്ലാമിലേക്ക് നീ വഴി നടത്തണേ എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിലൊരു മാന്യതയുണ്ടായിരുന്നു, അതൊരു നല്ല സംസാരമാകുമായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ, ശിർക്കാണെങ്കിൽ, ഇവര് പറയുന്നതാണ് ശരിയെങ്കിൽ ആ ശരിയിലേക്ക് എന്നെ നയിക്കണം എന്ന് പറയുന്നതിൽ ഒരു മാന്യതയുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരം കടുത്തുപോയി എന്നതിന്റെ അടയാളമാണ്. സഹോദരങ്ങളെ, ഹിൽമി എന്നുള്ള അള്ളാഹു ഹലീമാണ് എന്ന് അറിയിക്കുന്ന ചില ആശയങ്ങളും അർത്ഥതലങ്ങളുമാണ് ഞാനിവിടെ സൂചിപ്പിച്ചു വെച്ചത്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, അള്ളാഹു ഹലീമാണ് എന്നതോടൊപ്പം തന്നെ അള്ളാഹു ചില സൃഷ്ടികളെയും ഹലീം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അദ്ദേഹം ഹലീമാണ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. ഇബ്രാഹിം നബി അതീവ ക്ഷമയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന് പിതാവ് ദുആ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഹലീമായ ഒരു പൊന്നോമനയെ കൊണ്ട് നാം സുവിശേഷം അറിയിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പണ്ഡിതന്മാര് പറയുകയാണ്, അള്ളാഹുവെ കുറിച്ച് ഹലീം എന്ന് പറയുമ്പോൾ അത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലാണ്. എന്നാൽ സൃഷ്ടികളെ കുറിച്ച് ഹലീം എന്ന് പറയുമ്പോൾ അവരുടെ ദുർബലതകളും അവരുടെ കുറവുകളും അശക്തികളും അവരുടെ ന്യൂനതകളും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള അർത്ഥമാണ് സൃഷ്ടികളെ കുറിച്ച് ഹലീം എന്ന് പറയുമ്പോഴുള്ളത്. ഉദാഹരണമായി നമ്മൾ പറഞ്ഞാൽ, അള്ളാഹുവെ കുറിച്ച് പറഞ്ഞു അവൻ സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവെ കുറിച്ച് പറയുമ്പോൾ. എന്നാൽ സൃഷ്ടികളെ കുറിച്ചും അള്ളാഹു അതേ പ്രയോഗം നടത്തിയിട്ടുണ്ട്, ഫജഅൽനാഹു സമീഅൻ ബസീറ, മനുഷ്യനെ നാം കേൾക്കുന്നവനാക്കി എന്നാണ്. അവിടെ സമീ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ കുറിച്ച് സമീ എന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ല, കേൾക്കുന്നവനാണ്, പക്ഷെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ അള്ളാഹുവെ കുറിച്ച് സമീ എന്ന് പറയുമ്പോൾ പരിധിയില്ലാതെ, ഒരു പരിമിതിയുമില്ലാതെ വിശാലമായി എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഇതുപോലെയാണ് സൃഷ്ടികളെ കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചും ഒരേ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഹിൽമും അഥവാ അള്ളാഹുവിന്റെ ക്ഷമയും അവധാനതയും സൃഷ്ടികളുടെ ക്ഷമയും അവധാനതയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സൃഷ്ടികളോട് അവൻ അവധാനത കാണിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മനുഷ്യരെ ഇങ്ങനെ വെറുതെ വിട്ടതിന്റെ പിന്നിൽ, എത്ര തെറ്റ് ചെയ്താലും അവരെ പിടികൂടാത്തതിന്റെ പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ട്. അതെന്താണ്? അത് പരീക്ഷണമാണ്. ഈ ലോകം ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ തിന്മ ചെയ്യുന്നതിനനുസരിച്ച് ജനങ്ങളെ പിടിക്കുമായിരുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും തെറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇവിടെ ബാക്കി ഉണ്ടാവുക? അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ്. ഒരു യുക്തിയുടെ ഭാഗമായി കൊണ്ടാണ് ജനങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ ക്ഷമ ഒരിക്കലും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹുവിന്റെ ക്ഷമ അവൻ അവരെ ശിക്ഷിക്കാൻ കഴിവുള്ളവനായിക്കൊണ്ടാണ് ക്ഷമിക്കുന്നത്. അള്ളാഹു വിചാരിച്ചാൽ അവനെ ശിക്ഷിക്കാൻ സാധിക്കും, അവനെ പിടികൂടാൻ സാധിക്കും, അതിലേറെ വലിയ ശിക്ഷകൾ അവൻ കൊടുക്കാൻ സാധിക്കും. അവന് കഴിവുണ്ടായിരിക്കെയാണ് അവൻ ക്ഷമിക്കുന്നത്. എന്നാൽ സൃഷ്ടികൾ ക്ഷമിക്കുന്നത് അങ്ങനെയല്ല. പലപ്പോഴും കഴിവുകേട് കൊണ്ടാണ് ക്ഷമിക്കുന്നത്. അവനോട് എതിരാനുള്ള കഴിവിവനില്ല, അവനത് അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയും ക്ഷമിക്കുന്നു. അവന് കഴിവുണ്ടായിരുന്നെങ്കിൽ തിരിച്ച് ചില നടപടികൾ തിരിച്ചും അങ്ങോട്ട് പ്രതികാരം അവൻ എടുക്കുമായിരുന്നു. എന്തേ പ്രതികാരം ചെയ്യാത്തത്? അവന് കഴിവില്ലാതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും എല്ലാവരെയും ശിക്ഷിക്കാൻ അവൻ കഴിവുള്ളവനാണ് എന്നതോടൊപ്പമാണ് അവൻ ക്ഷമിക്കുന്നത് എന്നതാണ് അള്ളാഹുവിന്റെ ഹിൽമി എന്ന സിഫത്തിന്റെ മറ്റൊരു മഹത്വം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ക്ഷമ, നീ ചെയ്യുന്ന തെറ്റ് സൂക്ഷ്മമായി അറിഞ്ഞതിന് ശേഷമാണ് അവൻ ക്ഷമിക്കുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മളത് ചെയ്യുമ്പോൾ നീ ചെയ്യുന്ന എല്ലാ കാര്യവും കൃത്യമായി അള്ളാഹുവിനറിയാം, അതിന് സൂക്ഷ്മമായി അള്ളാഹുവിനറിയാം. എന്നാൽ സൃഷ്ടികൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്ത തെറ്റ് അങ്ങനെ സൂക്ഷ്മമായി അറിഞ്ഞുകൊള്ളണം എന്നില്ല.
അതല്ലെങ്കിൽ ആ തെറ്റിന്റെ ഉള്ളിലുള്ള വിശദാംശങ്ങളെ കുറിച്ച് സൃഷ്ടികൾ അറിയുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ കുറിച്ച് ഒരാൾ പരദൂഷണം പറഞ്ഞു എന്ന് നിങ്ങൾ കരുതുക. ഞാൻ അവരോട് ക്ഷമിച്ചു എന്ന് പറയും. ചില ആളുകൾ എന്തുകൊണ്ടാണ്? അവന് ഗീബത്ത് പറഞ്ഞു എന്നറിയാം, അത് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. പക്ഷേ അവൻ പറഞ്ഞ ഗീബത്ത് എന്താണ്, എന്നെ കുറിച്ച് അവൻ പറഞ്ഞ കാര്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ അവൻ അറിഞ്ഞുകൊള്ളണം എന്നില്ല. അതറിഞ്ഞാൽ ഇവൻ ഒരുപക്ഷെ അവന് ക്ഷമിക്കൂല. അത്രയും വലിയ മോശത്തരമായിരിക്കും ഇവനെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ടാകുക. അതറിഞ്ഞാൽ ക്ഷമിക്കില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. അവൻ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും കൃത്യമായി സൂക്ഷ്മമായി അവൻ അറിയുന്നു എന്നതോടൊപ്പമാണ് സഹോദരങ്ങളെ അല്ലാഹു ക്ഷമിക്കുന്നത് എന്നത് അവന്റെ ഹിൽമിന്റെ വിശാലതയെയാണ് അറിയിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ സൃഷ്ടികളിൽ നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു സൃഷ്ടിയാരായിരിക്കും? നമ്മുടെ മാതാവായിരിക്കും, നമ്മുടെ ഉമ്മയായിരിക്കുമല്ലേ. നമ്മൾ ചെയ്ത എല്ലാ തിന്മകളും ആ ഉമ്മ അറിയണം എന്നില്ല. എന്നാൽ നമ്മൾ ചെയ്ത ചില തിന്മകൾ കാരണം തന്നെ നമ്മുടെ ഉമ്മമാര് എന്തെല്ലാം പറയാറുണ്ട്. നീ ഇനി ഈ വീട്ടിലേക്ക് കയറേണ്ടതില്ല, ഞാൻ മരിച്ചാൽ പോലും നീ എന്നെ കാണാൻ വരേണ്ടതില്ല, ഇവൻ എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചില ഉമ്മമാര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നോക്കൂ, നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള നമ്മുടെ ഉമ്മ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും അറിഞ്ഞിട്ടില്ല. ചില തെറ്റുകൾ കാണുമ്പോൾ തന്നെ ഉമ്മയുടെ പ്രതികരണം അങ്ങനെയാണെങ്കിൽ, നമ്മെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു നാം ചെയ്ത എല്ലാ തെറ്റുകളെ കുറിച്ച് അറിഞ്ഞിട്ടും അള്ളാഹു എത്രയാണ് അവന്റെ ഹിൽമിന്റെ വിശാലത എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഷയമാണ് പഠിപ്പിക്കുന്നത്. നോക്കൂ, വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും വലിയ കിടങ്ങ് കുടിച്ച് അതിൽ തീകുണ്ടാരമൊക്കെ അതിലേക്ക് വലിച്ചെറിഞ്ഞ ചില ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സുമ്മ ലം യതൂബു. അല്ലാഹുവിന്റെ ഔലിയാക്കളെയാണ് അവർ ചുട്ടരിച്ചു കൊന്നത്. എന്നിട്ടും അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സുമ്മ ലം യതൂബു എന്നാണ്. ഈ ഫിത്നകളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ സുമ്മ ലം യതൂബു, എന്നിട്ട് അവർ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. അവർക്ക് അദാബു ജഹന്നമുണ്ട്, അദാബുൽ ഹരീഖ് ഉണ്ട്, അവർ കത്തിജ്വലിക്കുന്ന ശിക്ഷ അവർക്കുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവിടെയും സുമ്മ ലം യതൂബു എന്നൊരു കണ്ടീഷനാണ്. അവർ തൗബ ചെയ്താലോ? ഈ വിശ്വാസികളെ മുഴുവൻ കൊന്നൊടുക്കിയ ആളുകളും തൗബ ചെയ്ത അള്ളാഹു പുറത്തു കൊടുക്കാൻ റെഡിയാണെങ്കിൽ അവന്റെ വിട്ടുവീഴ്ചയും അവന്റെ മഗ്ഫിറത്തും അവന്റെ ഹിൽമും എത്രമാത്രം വലുതാണ് എന്ന് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ആ സൂറത്തുൽ ബുറൂജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഔലിയാക്കളെയാണ് അവർ ചുട്ടരിച്ചു കൊണ്ടത്. എന്നിട്ടും അവർക്ക് അള്ളാഹു തൗബ ചെയ്യാൻ വേണ്ടി അവരെ ക്ഷണിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു വീണ്ടും വീണ്ടും അവസരങ്ങൾ നമുക്ക് നൽകുന്നത് അവനെ ധിക്കരിക്കാൻ വേണ്ടിയല്ല, എനിക്കെന്താ പ്രശ്നങ്ങളൊന്നുമില്ലേ എന്ന് ചിന്തിക്കരുത്. നമുക്ക് അള്ളാഹു നന്നാവാനും കൂടുതൽ അടുക്കാനും അവസരം വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ബനൂ ഇസ്രായേലിനെ പോലെയാകരുത്. ഫഖാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. കാലങ്ങൾ ഇങ്ങനെ നീണ്ടുപോയപ്പോ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച് അവരുടെ ഹൃദയം കടുത്തുപോയി എന്നാണ്. അങ്ങനെ അധികവും ഫാസികായി പോയി എന്നാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ല. നാലാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ക്ഷമ സൃഷ്ടികളിൽ ഒന്നും അവന് ആവശ്യമില്ല എന്നതോടൊപ്പമാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവൻ ആരാധിക്കണമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹ് തിരിച്ചു കൊടുക്കണം എന്ന് അള്ളാഹുവിന് ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അള്ളാഹു ഗനിയല്ലേ, അള്ളാഹു ഗനിയാണ്. സൃഷ്ടികളിൽ നിന്നും അള്ളാഹ്ക്ക് ഒന്നും ആവശ്യമില്ല എന്നതോടൊപ്പമാണ് സഹോദരങ്ങളെ അള്ളാഹു ക്ഷമിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയാണോ? മനുഷ്യൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ക്ഷമിച്ചു കൊടുക്കുന്നത് അവനോട് ഇപ്പൊ ക്ഷമിച്ചില്ലെങ്കിൽ ഭാവിയിൽ എനിക്കൊരു ദോഷമുണ്ട് എന്നുള്ളത് ആലോചിച്ചുകൊണ്ടാണ്. ഭാര്യയോട് ക്ഷമിക്കുന്നത് എന്താണ്? കുറച്ച് കഴിഞ്ഞാൽ ഭാര്യയോട് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിതാവിനോട് ക്ഷമിക്കുന്നത് എന്താണ്? പിതാവിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ആ സുഹൃത്തിനോട് ഞാൻ പിണങ്ങി, അതുകൊണ്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. ഭാവിയിൽ എനിക്ക് അവന് ഉപകാരമുണ്ട്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെ ഒരു ഉപകാരം നമ്മളെ കൊണ്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നാലും അള്ളാഹു നമുക്ക് പുറത്തു തരുന്നു, നമ്മളോട് ക്ഷമിക്കുന്നു എന്നത് അവന്റെ ഹിൽമിന്റെ വിശാലതയാണ് അറിയിക്കുന്നത് എന്നൊക്കെ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ,
ഇങ്ങനെയുള്ള അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തും അവന്റെ ഹിൽമും നമുക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകണം. അള്ളാഹു ഹലീമാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അവധാനതയും ക്ഷമയും ഉണ്ടായിത്തീരണം. കാരണം അള്ളാഹു നമ്മോട് ക്ഷമിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ സമസൃഷ്ടികളോട് ആ രൂപത്തിൽ പെരുമാറുക എന്നതും ഇതിൻ്റെ ഒരു തേട്ടമാണ്. നോക്കൂ നിങ്ങൾ, അശജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു അവസരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവം നിന്നിലുണ്ട്. അതിൽ ഒന്നെന്താണ്? ഹിൽമാണ്, മറ്റൊന്ന് അനാത്താണ്. ആ ഹിൽം ഒരു സാവധാനം, അവധാനത, പെട്ടെന്ന് എടുത്തു ചാടാത്ത, ഉടനടി പ്രതികരിക്കാത്ത, കണ്ടറിഞ്ഞ് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം, അതാണ് യഥാർത്ഥത്തിൽ ഹിൽം. അതൊരു അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. അത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സ്വഭാവമാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഉടനടി ചാടി പുറപ്പെട്ട് അതിന്റെ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്നതിന് പകരം കൃത്യമായി അന്വേഷിക്കുക എന്നത് ഒരു സ്വഭാവം. അത് വലിയ മഹത്വമുള്ള ഒരു സ്വഭാവമാണ്. ഭാര്യയുടെ അരികിൽ ഒരു തെറ്റ് കണ്ടു, അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം കണ്ടു, പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാതെ, സഹോദരങ്ങളെ, പെട്ടെന്ന് ഉടനടി അതിലൊരു തീരുമാനമെടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. വിശ്വാസികളെ, എന്തെങ്കിലും വാർത്ത ആരെങ്കിലും കുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അത് വിശ്വസിച്ച് പാട്ടാക്കാൻ നിൽക്കരുത്. മറിച്ച് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അതിലൊരു അവധാനത വേണം. എന്താ സംഭവം എന്നറിയണം. ഇനി അത് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു മസ്ലത്ത് ഉണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നതാണ് ഹിൽം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം സഹോദരങ്ങൾ, ഈ ഹിൽം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരാളുടെ ജീവിതത്തിൽ ആദ്യമേ ഉണ്ടാകുന്ന ഒരു സ്വഭാവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. ഇൽമ എങ്ങനെ ഉണ്ടാവുക? ഒരാൾ അറിവ് വെറുതെ വരൂലല്ലോ, അത് പഠിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കണം എന്നതുപോലെ തന്നെയാണ് ഹിൽം. വ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. ഹിൽമും കഷ്ടപ്പെട്ട് ശ്രമിച്ച് ശരീരത്തെ പിടിച്ചിരുത്തി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സഹനശീലമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വയം ശീലമാക്കിയും പരിശ്രമിച്ചും ഉണ്ടാക്കേണ്ടത് തന്നെയാണ് ഹിൽം എന്നത്. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വയർഫഉൽ ഇന്തിഖാം അമ്മൻ അസാഅ ഇലൈഹി. നിങ്ങളോട് ഒരാൾ അക്രമം ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഉപദ്രവിച്ച ആളെ പ്രതികാരം എടുക്കുന്നതിന് പകരം അതിൽ നിന്ന് പിറകോട്ടിക്കുക, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക, ഒന്ന് ക്ഷമിക്കുക, അവന്റെ വിഷയത്തിൽ ഒന്ന് വിട്ടുവീഴ്ച കൊടുക്കുക. എന്തിനാ? അള്ളാഹു നമുക്ക് പുറത്തു തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നതുപോലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആളുകൾക്ക് വിട്ട് നൽകിക്കൊണ്ട് അത് പതിവായി ചെയ്ത് ശരീരത്തെ അതിൽ ശമിപ്പിച്ച് അവന്റെ ജീവിതത്തിൽ വിട്ടുമാറാൻ കഴിയാത്ത സ്വഭാവമാക്കി അത് മാറ്റുക. എന്ത്? അവധാനത, വിട്ടുവീഴ്ച എന്നൊക്കെ പറയുന്നത് അല്ലെ. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരോപണം ഉണ്ടായി മദീനയിൽ വെച്ച് മുനാഫിക്കുകളുടെ നേതൃത്വത്തിൽ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചെലവിൽ കഴിഞ്ഞിരുന്ന മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു അല്ലെ, അദ്ദേഹവും അവരുടെ വർത്തമാനം കേട്ട് ശരിയാണെന്ന് പറഞ്ഞ ആ വ്യഭിചാര ആരോപണത്തിൽ അദ്ദേഹം പങ്കുചേരുകയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മോളല്ലേ, അവരുടെ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചെലവിൽ കഴിഞ്ഞ ആളാണ് ഈ അപവാദം ഏറ്റുപിടിച്ചത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു വലിയ വിഷമായി.
പിന്നെ 40 ദിവസത്തിന് ശേഷം അള്ളാഹുവിന്റെ ആയത്തിറങ്ങി, ആയിഷ ബീവി നിരപരാധിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട്. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാടി എനിക്ക് ഉടനടി ഒരു തീരുമാനം എടുത്തു, ഇനി മിസ്താനിന്റെ ചെലവില്ല എന്നാണ്, ഞാൻ അവന്റെ കാര്യം നോക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആയത്തിറക്കി, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യഖ്തു ലിൽ ഖുർബ വൽ മസാകിൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ശപഥം ചെയ്യരുത്, പെട്ടെന്ന് നിങ്ങൾ തീരുമാനമെടുക്കരുത്. ആളുകൾക്ക് വിട്ടുവീഴ്ച മനോഭാവം നിങ്ങളിൽ ഉണ്ടാകണം, ഒരു അവധാനത ഉണ്ടാകണം. മിസ്കീനുകളോട്, മുഹാജിറുകളോട്, കുടുംബക്കാരോട്. മിസ്റ്റർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടുംബക്കാരനാണ്, അദ്ദേഹം ഒരു ദരിദ്രനുമാണ്, മാത്രവുമല്ല അദ്ദേഹം ഒരു മുഹാജിറുമാണ്. അവരെ നിങ്ങൾ അങ്ങനെ ശപഥം ചെയ്ത് തീരുമാനം എടുക്കരുത് എന്ന് ആയത്തിറങ്ങിയതാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് അവധി എത്ര തന്നെ നീട്ടി തന്നാലും ചെയ്ത തെറ്റുകളിൽ ആളുകൾക്കിടയിൽ നമ്മളെ വഷളാക്കാത്തതിൽ അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും അവസരം നൽകുന്നതിൽ അല്ലേ, കണ്ടുകൊണ്ട് എത്ര ഹറാമുകൾ നമ്മൾ കാണുന്നു, എന്നിട്ട് ഈ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു. കൈകൊണ്ട് എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു, ഈ കൈയിന്റെ ആരോഗ്യം ഇപ്പോഴും നമ്മളില്ലേ, എന്തെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നു. അള്ളാഹുവോട് നമ്മൾ നന്ദി പറയണം. വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നതിന്, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഷളാക്കാത്തതിന് അള്ളാഹുവോട് നമ്മൾ നന്ദി പറയുക. വലിയ പണ്ഡിതന്മാര് ഒരിക്കലും ഒരു സദസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ, അവർ തമ്മിൽ കൂടി ആലോചിച്ചു, അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അവരെല്ലാവരും ചർച്ച ചെയ്തു. എല്ലാവരും ആ അവസരത്തിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞു, സിത്റുല്ലാഹ്, അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റുകൾ മറച്ചു വെക്കുന്നു എന്നതാണ് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നതാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഈ മറയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും പരസ്പരം കാണുമായിരുന്നില്ല, ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമായിരുന്നില്ല, നമ്മൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ സിത്റുല്ലാഹ് എന്ന ആ മറയുണ്ടല്ലോ, അതാണ് നമ്മളെ പരസ്പരം കണ്ടുമുട്ടിച്ചത് എന്നാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ, ലൗ തഅലമൂന മാ അഅലമു അൻ നഫ്സി, എന്നെ കുറിച്ച് എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ലഹതൈതും അലയ്യ അത്തുറാബ്, മണ്ണെടുത്ത് നിങ്ങൾ എന്റെ തലയിൽ വാരിയിടുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ അള്ളാഹുവിന്റെ മറ അതില്ലായിരുന്നുവെങ്കിൽ എന്താണ് അവസ്ഥ? നമ്മുടെ ജനൽ ഒരാൾ തുറന്നു നോക്കിയാൽ നമ്മുടെ അഭിമാനം പിച്ചി ചീന്തുമായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ബാങ്ക് ബാലൻസ്, അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഒരാൾ ചെക്ക് ചെയ്താൽ നമ്മുടെ അഭിമാനം എവിടെ പോകുമായിരുന്നു? ഇതെല്ലാം ചെയ്തിട്ടും ഇതെല്ലാം കണ്ടും സൂക്ഷ്മമായും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് വീണ്ടും 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 നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവസരങ്ങൾ നീട്ടിത്തന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിനെ കുറിച്ചുള്ള അവന്റെ ഹിൽം എന്ന വിശേഷണത്തെ കുറിച്ചാണ് സഹോദരങ്ങളെ, അതിന്റെ വിശാലമായ അർത്ഥമാണ് ഞാൻ സൂചിപ്പിച്ചു വെച്ചത്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളെ കുറിച്ചും നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ആളുകളുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മൾ കളക്ഷൻ എടുക്കുന്നത് നിങ്ങൾ കാര്യമായി തന്നെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. സമൂഹത്തിൽ പലപ്പോഴും പരിഗണിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ് മദ്രസ അധ്യാപകർ എന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ സൂചിപ്പിച്ച ഒരു വിഷയം കൂടിയാണ്. പലപ്പോഴും പല ആളുകളും അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് ചികിത്സക്കോ അതല്ലെങ്കിൽ ഒരു വീട് വെക്കണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും അത് വെക്കാനോ കഴിയാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പാടിലാണ്. ആരും അറിയാത്തൊരു, പലരും പരിഗണിക്കാത്തൊരു വിഭാഗമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം 10-12ഓളം വീടുകളാണ് ഇതുപോലെ തിരിച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വർഷവും അത് തുടർത്തി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കാര്യമായി തന്നെ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ടീച്ചേഴ്സ് കെയർ ഫണ്ടിലേക്കാണ് ഇന്ന് നമ്മൾ നമ്മുടെ പിരിവ് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് കാര്യമായി സഹകരിക്കണം. ഇപ്പം പൈസ എടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് ഇവിടെയുള്ള കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കടം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്. അള്ളാഹു എല്ലാവരുടെ പ്രയാസവും നീ എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കണമേ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നു. അള്ളാഹു എല്ലാവർക്കും നീ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.